സഖ്യകക്ഷികൾക്ക് വാരിക്കോരി സീറ്റ്. ആദ്യ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ബി.ജെ.പിയിൽ കലഹം. ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖരെ തഴഞ്ഞതിനെ ചൊല്ലി ബി.ജെ.പിയിൽ കലഹം. കുമ്മനം രാജശേഖരൻ, പി.എസ്. ശ്രീധരൻപിള്ള, എം.ഡി. രമേശ്, ബി. ഗോപാലകൃഷ്ണൻ, ജെ. പത്മകുമാർ, എ. നാഗേഷ്, ജിജി ജോസഫ് തുടങ്ങിയ സംസ്ഥാന നേതാക്കൾക്കും രണ്ടാം നിരയിലെ ഭൂരിപക്ഷം പേർക്കും സീറ്റ് നിഷേധിച്ചതാണ് കലഹത്തിന് കാരണം. കേന്ദ്ര നേതൃത്വത്തെയും RSSനെയും സമീപിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ പരാതി പറഞ്ഞതായാണ് വിവരം. പരസ്യ പ്രതികരണവുമായി ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു രംഗത്തെത്തുകയും ചെയ്തു. ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള കൊടുങ്ങല്ലൂർ 2020ക്കും ആറന്മുള BDJSന് നൽകുന്നതും പാർട്ടിക്കുള്ളിൽ കലഹത്തിന് വഴിവെച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ, കളമശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകുന്നതിലും എതിർപ്പുയർന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി അടിത്തട്ടിൽ പ്രവർത്തകരുള്ള മണ്ഡലങ്ങൾ ആളില്ല പാർട്ടികൾക്ക് താളത്തിൽ വെച്ച് നൽകിയതായി പ്രമുഖ നേതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവന്ന ജില്ലാ പ്രസിഡന്റ് സജി വചസ്പതിയെ ഹരിപ്പാടേക്ക് മാറ്റിയത് പ്രാദേശികമായി വലിയ പ്രശ്നമായി. സുരേന്ദ്രൻ പക്ഷ നേതാക്കൾ പ്രസിഡന്റുമാരായ ജില്ലകളിൽ ഘടകകക്ഷികൾക്ക് വാരിക്കോരി സീറ്റ് നൽകിയതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന റാന്നി മണ്ഡലം 2020ക്ക് നൽകി. ക്രൈസ്തവ വിഭാഗക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയത് RSS പ്രാദേശിക ഘടകങ്ങളെ ചൊടിപ്പിച്ചു. ആറന്മുളയിലോ റാന്നിയിലോ കുമ്മനത്തെ മത്സരിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഈഴവ വിഭാഗത്തിന് സ്വാധീനമുള്ള കൊടുങ്ങല്ലൂരിൽ 2020യുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിലും അമർഷമുണ്ട്.